റാവൽപിണ്ടി അഡിയാല ജയിലിൽ തടവിലുള്ള പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പാകിസ്ഥാനിൽ ആശങ്കയുണർത്തുന്നു. അദ്ദേഹത്തെ ജയിലിൽ കാണാനെത്തിയ 3 സഹോദരിമാർക്ക് അധികൃതർ അനുമതി നിഷേധിക്കുകയും തുടർന്ന് പോലീസിൽ നിന്ന് മോശമായ സമീപനം നേരിടേണ്ടി വന്നതായും ആരോപിക്കപ്പെട്ടതോടെയാണ് സാഹചര്യം അവിടെ കൂടുതൽ വഷളായത്. ഇമ്രാൻഖാന്റെ ക്ഷേമം ഉറപ്പാക്കാനുള്ള കുടുംബത്തിന്റെ ആവർത്തിച്ചുള്ള അപേക്ഷകൾ അധികൃതർ തള്ളിയതാണ് നിലവിലെ സംശയങ്ങൾക്ക് പ്രധാന കാരണം. ജയിലിന് പുറത്തു വെച്ച് ഖാന്റെ സഹോദരിമാരെ പോലീസ് ക്രൂരമായി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഈ സംഭവം പുറത്തറിഞ്ഞതോടെ തെഹ്രീക്ക് ഇൻസാഫ്, അതായത് ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ അനുയായികൾ ജയിലിന് മുന്നിലേക്ക് എത്തുകയും നേതാവ് ജീവനോടെ ഉണ്ടെന്ന് തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു. ഖാൻ കസ്റ്റഡിയിൽ മരിച്ചുവെന്ന് അവകാശപ്പെട്ട ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇത് വ്യാജമാണെന്ന് വസ്തുത അന്വേഷണത്തിൽ ഫാക്ട് ചെക്കിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ ചിത്രം സ്റ്റേജ് തകർന്നതിനെ തുടർന്ന് ഒരു പഴയ പ്രചരണ റാലിയിൽ ഖാൻ വീണുപോയ സമയത്തെ ഒരു ചിത്രമാണ്. ജയിലുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വ്യാജ മരണ വാർത്തകൾ മുൻപും ഉണ്ടായിട്ടുണ്ടെങ്കിലും, ഇമ്രാൻഖാനെ സംബന്ധിച്ച് തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള വാർത്തകൾ ഇത്തവണ കുടുംബാംഗങ്ങൾക്ക് പോലും പ്രവേശന അനുമതി നിഷേധിച്ചതോടെയാണ് സ്ഥിതി അതീവ ഗൗരവകരമായി മാറിയിരിക്കുകയാണ്. താൻ ജയിലിൽ പീഡനം അനുഭവിക്കുന്നതായി കഴിഞ്ഞ ജൂലൈയിൽ ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സൈനിക മേധാവി അസീം മുനീർ ആയിരിക്കും അതിന് ഉത്തരവാദിയെന്നും പാർട്ടി പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം അധികാരികൾ എന്തോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതിന്റെ സൂചനയാണിത്. ഖാൻ സുരക്ഷിതനാണെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സഹോദരിമാർക്ക് പോലും കാണാൻ കഴിയാത്തത് എന്ന് ഒരു പാകിസ്ഥാൻ ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റി വക്താവ് ചോദ്യമുയർത്തി. ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്തതിനാൽ രാജ്യത്തിനുടനീളം വലിയ പൊതുജന ആശങ്കയാണ് ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്.